ഹലോ ഫ്രണ്ട്സ്, ദിലീപ് എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. 2007 വിഷുവിന് റിലീസ് ചെയ്ത ഛോട്ടാ മുംബൈ എന്ന ചിത്രം, അത് ഈ ജൂൺ 6 വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ പ്രകടനം കൊണ്ടും, മോഹൻലാലിന് മാത്രമല്ല കേട്ടോ, മോഹൻലാൽ, മണിമല രാജു, ഭാവന, ഇന്ദ്രജിത്ത്, മണിക്കുട്ടൻ, ബിജുക്കുട്ടൻ, സായികുമാർ, മല്ലിക സുകുമാരൻ, സനുഷ, പിന്നെ നമ്മുടെ വിനായകൻ, പിന്നെ നമ്മുടെ മണിച്ചേട്ടൻ മാസ് വില്ലത്തരാണ് ആ പടത്തിൽ. മണിച്ചേട്ടൻ ആ പടത്തിന് വില്ലൻ വേഷം ചെയ്തുകൊണ്ട് ആ വർഷത്തെ ഏറ്റവും നല്ല വില്ലനുള്ള അവാർഡ് മണിച്ചേട്ടൻ ആ ചിത്രത്തിന് കിട്ടിയായിരുന്നു. മണിച്ചേട്ടൻ അതിനകത്തൊരു ഡയലോഗുണ്ട്. സായികുമാറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും ശത്രുവും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പടച്ച് നിൽക്കുമ്പോൾ നിൻ്റെ മകനെ ഞാൻ കൊല്ലും എന്ന ഡയലോഗ് ഇതിപ്പോഴും ഭയങ്കര ഫേമസ് ആയി നിൽക്കുന്നതാണ്. പിന്നെ അതിനകത്ത് പാട്ടുകൾ 4-5 പാട്ടുണ്ട്. അതിൽ ശങ്കർ മഹാദേവൻ പാടിയ അടിത്തടകൾ പഠിച്ചവനല്ല വീരനുമല്ല, കൊടുമുടികൾ കടന്നവനല്ല കേമനുമല്ല, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ വാസ്കോഡ ഗാമ വെന്റ് ടു ദ ഡ്രാമ. അങ്ങനെ 3-4 പാട്ടങ്ങളായിട്ട് നല്ല അടിച്ചു. നമുക്ക് ഇപ്പോഴത്തെ അന്നത്തെ 2007 അത് സൂപ്പർ ഹിറ്റായിരുന്നു. ഇപ്പോൾ അത് റിലീസ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ യുവാക്കൾ, പിള്ളേർ ആ പടം കാണാൻ ഭയങ്കര ഇതായെന്ന് പറഞ്ഞാൽ അട്രാക്ഷനായി വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ എറണാകുളം കവിതാ തിയേറ്ററിൽ പടം ആദ്യത്തെ ഫസ്റ്റ് ഷോ ഹൗസ്ഫുള്ളായിരുന്നു. ഇത് റിലീസ് ചെയ്ത അന്ന് 6-ാം തീയതി, അന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12 മണിക്ക് ഒരു ഷോയുടെ എക്സ്ട്രാ വെച്ചു. പിന്നെ തൃശ്ശൂർ രാഗം തിയേറ്ററിലും പടത്തിന് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു, കാണാൻ ജനം ഒഴുകാന്ന് പറഞ്ഞു. അതേ എല്ലാ തിയേറ്ററുകളിലും പടം ഇപ്പോൾ നല്ല ഇതായിട്ട് കൊണ്ടിരിക്കും. ഇപ്പോൾ റിലീസ് ചെയ്ത പടത്തേക്കാളും ഗംഭീരമായിട്ടാണ് പടം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കളക്ഷൻ ഇപ്പോൾ ഫസ്റ്റ് ദിവസത്തെ കളക്ഷൻ തന്നെ 35 ലക്ഷം കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇതിപ്പോൾ അത് ഒരു കോടിയിട്ട് മേലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പടത്തിന് ഇപ്പോഴും നല്ല പടം ഹൈപ്പും ഉണ്ട്. പടം ഇപ്പോൾ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തെ മണിച്ചേട്ടൻ ഇപ്പോൾ ഈ രണ്ടാമത് റിലീസ് ചെയ്തതിന് ശേഷം എനിക്ക് മണിച്ചേട്ടനെ ഒന്ന് ഓർക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുക. അടിപൊളിയായിട്ട് മനുഷ്യൻ അത് ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനെ പറ്റിയ എല്ലാം മണിമല രാജ് സാർ ആ പടത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മണിമല രാജ് സാറാണ് അതിൻ്റെ നിർമ്മാതാവ്. പിന്നെ അതിൻ്റെ പാട്ടുകൾ എല്ലാം നല്ലതാണ്. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ്, ആക്ഷൻ, കോമഡി എല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു നല്ല ചിത്രം. അടിപ്പൻ പടം. ഇതിന് പരുവിനകത്ത് ഒരു ഇതില്ല. ബൈ.